കാൽവരിയിൽ മരക്കുരിശിൽ എനിക്ക് വേണ്ടി യാഗമായ ദൈവം, കാൽവരിയുടെ താഴ്വരയിൽ ചോര ചാല് കീറി ഒഴുകിയത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്. ഇത്രയേറെ മനുഷ്യനെ സ്നേഹിച്ചൊരു ദൈവം മനുഷ്യനായി ലോകത്തെ എല്ലാ സൃഷ്ടികളെയും കാത്തു പരിപാലിച്ച ദൈവം അവസാനം തൻ്റെ ഏകജാതനെ പോലും നൽകാൻ തക്ക വിധം ദൈവം മനുഷ്യനെ അത്രമാത്രം സ്നേഹിച്ചു. അളന്നിരിക്കാത്ത സ്നേഹം, തൻ്റെ ഏകപുത്രനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഇന്നീ മനുഷ്യൻ ദൈവത്തിൻ്റെ ഈ സ്നേഹം കണ്ടില്ലെന്ന് നടിക്കുന്നു. ഓരോ വിശുദ്ധ കുർബാനയിലും ഓരോ തുള്ളി മുന്തിരിച്ചാറിലും അവിടുന്ന് കടലോളം സ്നേഹം നിറച്ച് നിന്റെ ഹൃദയത്തില് നിന്റെ ആത്മാവിന്റെ ഭോജനമായി വിശുദ്ധ കുർബാന നൽകുന്നു. ഈ തിരുമണിക്കൂറിൽ നമുക്ക് ഓരോരുത്തർക്കും വൈദികരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ പ്രത്യേകമാം കൃപയ്ക്ക് അർഹരായവരാണ് അവർ. ലോകത്ത് അവിടുത്തെ തിരുശരീരവും തിരുരക്തവും പരിക്രമം ചെയ്യുവാൻ നിയോഗിക്കപ്പെട്ട അഭിഷിക്തർ, അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് ഈ നിമിഷം ഓരോ വൈദികരെയും സമർപ്പിതരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നിന്റെ വലിയൊരു സ്നേഹത്തിന് അവരെ അർഹരാക്കി തീർക്കണമേ. നിന്നിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ അവരെ അനുവദിക്കരുതേ. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക. അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങുവാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. സർവശക്തനായ ദൈവം, നമ്മുടെ മുൻപിൽ ആഗതനായിരിക്കുന്ന ഈ നിമിഷം നമ്മുടെ എല്ലാ വിഷമങ്ങളും, നമ്മുടെ എല്ലാ പ്രയാസങ്ങളും, നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും, നമ്മുടെ എല്ലാ ആകുലതകളും ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. അവിടുന്ന് നിന്റെ ഭാരമെല്ലാം താങ്ങിക്കൊള്ളും. അവിടുന്ന് നിന്റെ വിഷമങ്ങളെല്ലാം ഏറ്റുകൊള്ളും. അവിടുന്ന് നിന്റെ ആത്മാവിനും ശരീരത്തിനും ശക്തി നൽകിക്കൊള്ളും. കർത്താവ് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം എന്നെന്നും നിലനിൽക്കും. അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കും. നിന്റെ പിതാവ് നിന്നോട് വിശ്വസ്തനായിരിക്കുന്നത് പോലെ നിനക്ക് ഭൂമിയിൽ നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പേ അറിയുകയും വിശദീകരിക്കുകയും ചെയ്ത ദൈവം, നിന്നെ ഉള്ളം കയ്യിൽ നിന്നെ കാത്തു പരിപാലിക്കുന്ന ദൈവം, എല്ലാവിധ ദുഷ്ടന്റെ കെണിയിൽ നിന്നും നിന്നെ രക്ഷിക്കുന്ന നിന്റെ ദൈവം, ഈ ദൈവത്തെ ഹൃദയം തുറന്ന് ആരാധിക്കാം. മെഴുകുതിരിയിൽ നിന്നും മെഴുകിറ്റിറ്റ് വീഴുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിൽ നിന്നും നമ്മുടെ വിഷമങ്ങളും ആകുലതകളും പ്രയാസങ്ങളും എല്ലാം ഇറ്റിറ്റിറ്റ്
ദൈവത്തിൻ്റെ സന്നിധിയിൽ വീഴ്ത്താം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പെന്തക്കോസ്ത നാളിൽ പരിശുദ്ധ അമ്മയുടെയും തൻ്റെ വത്സല അപ്പസ്തോലന്മാരുടെ മേലും പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ മനുഷ്യന് ചിന്തിക്കാൻ സാധിക്കാത്തതിനും അപ്പുറമായി ദൈവം പ്രവർത്തിച്ചു. ദൈവത്തിൻ്റെ വലിയൊരു കൃപ അവരുടെ മേലുണ്ടായി. ദൈവത്തിൻ്റെ വലിയൊരു സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസത്താൽ അപ്പസ്തോലന്മാരുടെ മേൽ നിറഞ്ഞു നിന്നു. തന്നെ എളിമപ്പെടുത്തി അവസാന അത്താഴവേളയിൽ പോലും ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയും തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഏറെ എളിമപ്പെടുത്തിക്കൊണ്ട് തന്നെ സമർപ്പിക്കുകയും ചെയ്ത ദൈവം, നമ്മുടെ രക്ഷകനായ ദൈവം നമുക്ക് മാതൃകയായി നൽകുന്നത് എളിമയുടെയും സ്നേഹത്തിൻ്റെയും വലിയൊരു മാതൃകയാണ്. പ്രാർത്ഥനയുടെ ഈ മണിക്കൂറിൽ എല്ലാ പ്രയാസങ്ങളും, എല്ലാ ബുദ്ധിമുട്ടുകളും, എല്ലാ ആകുലതകളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. നിന്നെ താങ്ങുന്ന ദൈവം, നിന്നെ ഏറ്റെടുക്കുന്ന ദൈവം, നിന്റെ കണ്ണീരൊപ്പുന്ന ദൈവം, ഈ ദൈവത്തെയാണ് ഈ നിമിഷം നമ്മൾ ആരാധിക്കുന്നത്. ഹൃദയമൊരുങ്ങി നമ്മുടെ വിഷമങ്ങളെല്ലാം ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് ഒരു മെഴുകുതിരിയായി മാറാം. മെഴുകുതിരി ഉരുകി വീഴുന്നത് പോലെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് വെച്ച് പ്രാർത്ഥിക്കാം. ഉരുകി ഉരുകി തീർന്നിടാം ഒരു മെഴുകുതിരി പോൽ ഞാൻ
പുത്രനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കുന്നു. ദൈവപുത്രനെ സ്വന്തമാക്കാത്തവനു ജീവനില്ല. യേശു തന്നെ തൻ്റെ പരസ്യ ജീവിതകാലത്ത് ഇക്കാര്യത്തെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. ഏകസത്യദൈവമായ അവിടുത്തെയും അങ്ങയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവൻ ലഭിക്കുന്നു. എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല. യേശുവിനെ വിശ്വസിക്കുക, യേശുവിനെ ഏറ്റുപറയുക, നിന്റെ ആത്മാവിന്റെ നിത്യത ഭദ്രമായിരിക്കും. അവിടുത്തെ കൃപയാൽ മാത്രമേ, അവിടുത്തെ സ്നേഹത്താൽ മാത്രമേ മനുഷ്യന് ഭൂമിയിൽ പുതിയൊരു ലോകം കെട്ടിപ്പടുക്കാൻ സാധിക്കുകയുള്ളൂ. നിനക്കെന്റെ കൃപ മാത്രം മതി. എന്തെന്നാൽ നിന്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. നമുക്കെല്ലാവർക്കും പിതാവിൻ്റെ സന്നിധിയിലേക്ക് കണ്ണുകളും ഹൃദയങ്ങളും ഉയർത്തി ബലഹീനരായ നമ്മൾ ഓരോരുത്തരെയും, പാപികളായ ഞങ്ങൾ ഓരോരുത്തരെയും പിതാവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. എന്നാൽ നമ്മുടെ ഓരോരുത്തരുടെയും ബലഹീനതയിലാണ് കർത്താവിൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. യേശു ക്രിസ്തുവിലുള്ള നിങ്ങളുടെ ജീവന്റെ ഉറവിടം അവിടുന്നാണ്. ദൈവം അവനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവും ആക്കിയിരിക്കുന്നു. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യുന്ന മണിക്കൂറാണിത്. നമ്മുടെ ഓരോ പാപക്കറകളും നമ്മുടെ ദൈവത്തിന്റെ തിരുരക്തത്താൽ, കാൽവരയിൽ യാഗമായ കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കുന്ന മണിക്കൂർ. ദൈവത്തോട് ചേർന്ന് നിന്ന്, മാലാഹമാരോട് ചേർന്ന് നിന്ന്, ക്രോവേന്മാരോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുകയും പാടിപ്പുകഴ്ത്തുകയും ചെയ്യുന്ന മണിക്കൂർ. അവനിൽ വിശ്വസിക്കുന്ന എല്ലാവരും അവന്റെ നാമം വഴി പാപമോചനം നേടുമെന്നും പ്രവാചകന്മാർ അവനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്താലും കുരിശിന്റെ ശക്തിയാലും തിരുരക്തത്തിന്റെ അഭിഷേകത്താലും അവിടുന്ന് നമ്മെ അന്ധകാരത്തിന്റെ പിടിയിൽ നിന്നും പ്രകാശത്തിന്റെ മക്കളാക്കി മാറ്റി. അന്ധകാരത്തിന് മനുഷ്യ ശരീരത്തിലുള്ള എല്ലാ ആധിപത്യവും കർത്താവായ യേശുവിന്റെ മരണത്താൽ അവിടുന്ന് മോചിപ്പിച്ചു. തന്റെ മരണത്താൽ മനുഷ്യ ശരീരത്തിൽ അന്ധകാരത്തിനുള്ള എല്ലാ ആധിപത്യവും മരണത്തെ ജയിച്ച് മൂന്നാം നാൾ ഉദ്ധാനം ചെയ്ത ദൈവം സൂര്യനേക്കാൾ കോടാനുകോടി മടങ്ങ് പ്രകാശപൂർണമായ ആ പ്രഭാതം ഈ നിമിഷം കണ്ണു തുറന്ന് നമ്മുടെ നാഥനായ ദൈവത്തെ നമുക്ക് കാണാം. നാഥ നിന്നെ
നാഥ നിന്നെ കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ നിൻ കൃപയിനാഴമറിയാൻ നിസ്തുലമാം ജീവിതമെല്ലാം നിസ്തുലമായി പൂവണിഞ്ഞിടാൻ നിസ്തുലമാം ജീവനിൽ ദിവ്യമാരി പെയ്തിറങ്ങി നിസ്തുലമായി പൂവണിഞ്ഞിടാൻ നാഥ നിന്നെ കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ നിൻ കൃപയിലാഴമറിയാൻ നാഥ നിന്നെ കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ നിൻ കൃപയിലാഴമറിയാൻ കൈവിടല്ലേ നാഥ തള്ളിയിടല്ലേ ദേവ പ്രാണന്റെ പ്രാണനേശുവേ കൈവിടല്ലേ നാഥ തള്ളിയിടല്ലേ ദേവ ഞാൻ എൻ്റെ പ്രാണനേശുവേ നിൻ സ്തുതിഗീതം ഞങ്ങളുടെ നാവിൽ നിൻ ദിവ്യവാഗ്ദാനങ്ങൾ ഞങ്ങൾക്കഭയം നിൻ സ്തുതിഗീതം ഞങ്ങളുടെ നാവിൽ നിൻ ദിവ്യവാഗ്ദാനങ്ങൾ ഞങ്ങൾക്കഭയം നാഥ നിന്നെ കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ നിൻ കൃപയിനാഴമറിയാൻ നാഥ നിന്നെ കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ നിൻ കൃപയിലാഴമറിയാൻ നിസ്തുലമാം ജീവിതമെല്ലാം നിസ്തുലമായി പൂവണിഞ്ഞിടാൻ നിസ്തുലമാം ജീവനിൽ ദിവ്യമാരി പെയ്തിറങ്ങി നിസ്തുലമായി പൂവണിഞ്ഞിടാൻ നാഥ നിന്നെ കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ നിൻ കൃപയിനാഴമറിയാൻ നാഥ നിന്നെ കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ നിൻ കൃപയിലാഴമറിയാൻ ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുക്തമാക്കി. അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കി. കുരിശുമരണത്താൽ മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരമായ ദൈവം തന്നെ പീഡിപ്പിച്ചവർക്ക് വേണ്ടിയും തന്റെ ശരീരം മുറിച്ചവർക്ക് വേണ്ടിയും വേദനിപ്പിച്ചവർക്ക് വേണ്ടിയും അവസാന നിമിഷം വരെയും ഈശോ പ്രാർത്ഥിച്ചു. അത്രയേറെ കരുണയുള്ള ദൈവം, യേശുവിന്റെ നാമത്തിൽ നമുക്ക് പാപമോചനമുണ്ട്. ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ യേശുവിനെ തന്റെ രക്ഷകനായി അംഗീകരിച്ച് കർത്താവായി ആരാധിച്ച് തന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ യേശുവിന്റെ നാമത്തിൽ അവന് പാപമോചനമുണ്ട്.
പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല. എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. കർത്താവായ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി പത്രോസിലൂടെ ആ മനുഷ്യനിൽ വെളിപ്പെട്ടു. യേശുനാമത്തിന്റെ കൃപയും യേശുനാമത്തിന്റെ ശക്തിയും യേശുനാമത്തിന്റെ അധികാരവും ആ നിമിഷം സ്വർഗീയ പിതാവിനാൽ നമ്മുടെ സ്വർഗീയ മധ്യസ്ഥനായ ഈശോ മിശിഹായുടെ ശക്തിയാൽ അവിടെ പ്രകടമായി. കുഞ്ഞുമക്കളെ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, അവന്റെ നാമത്തെ പ്രതി നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തെ പ്രതി നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ദൈവത്തെ സ്നേഹിക്കുവാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ ഈശോയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ഈശോ തന്റെ പരിശുദ്ധ അമ്മയെ സ്നേഹിച്ചതുപോലെ നമുക്കും സ്നേഹിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. തന്റെ ഏകജാതനെ മനുഷ്യകുലത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരമായി നൽകിയ ആവാപിതാവിനോട് ഈ നിമിഷം, ഈ സമയം, ഇവിടെ ഈശോയുടെ പ്രത്യേകമാം സ്നേഹവലയത്തിൽ നമ്മൾ ഓരോരുത്തരെയും പൊതിഞ്ഞ് കാത്തു സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, നിന്നെ മറന്നുകൊണ്ട്, നിന്റെ സ്നേഹം തള്ളിക്കളഞ്ഞുകൊണ്ട് ഞങ്ങൾ പാപത്തിന്റെ വഴിയിൽ പോയിട്ടുണ്ട്. നിന്റെ സ്നേഹം, ദൈവത്തിന്റെ സ്നേഹം, സ്നേഹം കണ്ടില്ല എന്ന് നടിച്ച പാപികളും ബലഹീനരും അയോഗ്യരുമാണപ്പ ഞങ്ങള്. വിശുദ്ധ ചാവറ പിതാവ് പരിശുദ്ധനായ ദൈവത്തെ എൻ്റെ അപ്പ എന്ന് വിളിച്ച പോലെ നമുക്ക് ഓരോരുത്തർക്കും ഈ നിമിഷം ഹൃദയം തുറന്ന് വിളിക്കാം. എൻ്റെ സ്വർഗസ്ഥനായ അപ്പ, അവിടുത്തെ സ്നേഹം ഞങ്ങൾ കാണുന്നു. അവിടുത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈ നിമിഷം ദൈവത്തെ നമുക്ക് ആരാധിക്കുകയും സ്തുതിക്കുകയും അവിടുത്തെ സ്നേഹത്തെ പാടിപ്പുകഴ്ത്തുകയും ചെയ്യാം. സ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹം ഓർക്കാൻ ഇത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ.
സ്വന്തമായൊന്നുമില്ല, സർവ്വതും നിന്ദാനം. സ്വന്തമായുറങ്ങിടാൻ സമ്പത്തിൽ മയങ്ങാതെ, മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും ആത്മനഷ്ടമായ ഫലമെവിടെ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. സ്വപ്നങ്ങൾ പൊലിഞ്ഞാലും ദുഃഖത്താൽ വലഞ്ഞാലും, മിത്രങ്ങൾ അകന്നാലും ശത്രുക്കൾ നിരന്നാലും, രക്ഷാകവചം നീ മാറാനെന്നാളും അങ്ങൻ മുമ്പേ പോയ ഭയമെവിടെ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. അപ്പസ്തോല പ്രവർത്തനം 4:30. അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കുവാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവം പ്രസംഗിച്ചു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കും. പരിശുദ്ധാത്മാവിന്റെ സഹവാസത്താൽ പെന്തക്കോസ്ത നാളിൽ അപ്പസ്തോലന്മാരുടെ മേൽ സ്നേഹാഗ്നി നിറഞ്ഞു നിന്നതുപോലെ ദൈവശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കും. ഈ തിരുമണിക്കൂറിൽ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു സാന്നിധ്യം ഈ ഒരു ആലയത്തിൽ നിറയുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. നിനക്കെതിരായി വരുന്ന ശത്രുക്കളെ നിന്റെ മുൻപിൽ വെച്ച് തന്നെ കർത്താവ് തോൽപ്പിക്കും. നിനക്കെതിരായി അവർ ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ പലായനം ചെയ്യും. നിനക്കെതിരായി വരുന്ന എല്ലാ ശക്തികളെയും ദൈവമഹത്വത്താൽ, ദൈവകൃപയാൽ, ദൈവത്തിന്റെ ശക്തിയാൽ അവിടുന്ന് ഒരു വഴിയിലൂടെ വരുന്ന എല്ലാ ശക്തികളെയും 7 വഴിയിലൂടെ പലായനം ചെയ്യിക്കും. അതാണ് ദൈവസ്നേഹം. സ്നേഹിക്കുന്നവർക്ക് ചങ്ക് പറിച്ചു തരുന്ന സ്നേഹം. കാൽവരിയുടെ നെറുകയിൽ യാഗമായ ദൈവം നിനക്ക് തന്നത് യേശുവിന്റെ ചങ്കാണ്. അവിടുത്തെ ഹൃദയം, അവിടുത്തെ തിരുഹൃദയം നിനക്കായി അവിടുന്ന് മുറിച്ചു തന്നു. ഈ ആരാധനയുടെ ഈ വേളയിൽ കാൽവരിയുടെ സ്നേഹനാഥനെ നമുക്ക് ഓർക്കാം. അവിടുന്ന് തന്ന എല്ലാ കൃപകൾക്കും നന്ദി പറയുക. കാൽവരിയിൽ നിന്ന് അവിടെ അനുഭവിച്ച എല്ലാ വേദനകളും, എല്ലാ സഹനങ്ങളും, എല്ലാ പീഡകളും നമുക്ക് ഓർക്കാം. പവിത്ര പെസഹാകാലത്ത് 3 ന്യായാധിപന്മാരാൽ അന്യായമായി വിധിക്കപ്പെട്ട ഈശോ
കോടതി മുറികളിലും മനുഷ്യരാലും നിന്ദിക്കപ്പെട്ട ഈശോ വേദനയാൽ തന്റെ ശരീരത്തിലെ ഓരോ തുള്ളി രക്തത്തിനും കോടാനുകോടി ആത്മാക്കളുടെ വില നൽകിയ ദൈവം ഇത്രയേറെ മനുഷ്യനെ സ്നേഹിച്ച ഒരു ഈശോ, ഈ സ്നേഹത്തിന് നമുക്ക് അർഹനാകാം. ഈശോയെ, അവിടുത്തെ പീഡാസഹനങ്ങളും അവിടുത്തെ സഹനങ്ങളും മറന്നുകൊണ്ട് ഞങ്ങൾ നിന്നെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ ആ സ്നേഹം മനസ്സിലാക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, അവിടുന്ന് അനുഭവിച്ച ഈ പീഡകളെയും അവിടുന്ന് അനുഭവിച്ച ഈ സഹനങ്ങളെയും ഞങ്ങൾ ധ്യാനിക്കുന്നു. എത്ര നന്ദി പറഞ്ഞാലും മതിയാനാവാത്ത സ്നേഹം. ക്രൊവേന്മാരോടും സഫേന്മാരോടും ചേർന്ന് പരിശുദ്ധനായ ദൈവത്തെ നമുക്ക് പാടിപ്പുകഴ്ത്താം. കണ്ടാലോ ആളറിയുകില്ല, ഉഴവ് ചാൽ പോൽ മുറിഞ്ഞിടുന്നു. കണ്ടാലോ മുഖശോഭയില്ല, ചോരയാൽ നിറഞ്ഞൊഴുകിയിടുന്നു. മകനേ മുള്ളുകൾ ശിരസിൽ ആഴ്ന്നതും മിൻ ശിരസുയരുവാനല്ലയോ, ചുടുചോരത്തുള്ളിയായി വീഴുന്നു. നിൻ പാപം പോകുവാനല്ലയോ മകനേ. മകളെ
മകനേ, നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. അനന്തരം അവൻ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ടു. അവൻ പത്രോസിനോട് ചോദിച്ചു, എന്നോട് കൂടെ 1 മണിക്കൂർ ഉണർന്നിരിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ? പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കുവാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. ശരീരത്തെ തന്റെ മരണത്താൽ തോൽപ്പിച്ച ദൈവം ആത്മാവിനാൽ അവിടുന്ന് പിതാവിനെ സമർപ്പിച്ചു. ഈ നിമിഷം നമ്മുടെ ശരീരത്തിലെ എല്ലാ ദുരാശകളെയും എല്ലാ പ്രലോഭനങ്ങളെയും നമ്മുടെ കർത്താവായ ദൈവത്തിന്റെ തിരുമുറിവിലേക്ക് സമർപ്പിച്ചു വെച്ച് പ്രാർത്ഥിക്കാം. അവിടുന്ന് നമ്മുടെ ആത്മാവിനെ പരിശുദ്ധനായ ദൈവത്തിന്റെ ആത്മാവാൽ ശക്തിപ്പെടുത്തും. വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് എന്ന നാമം വഹിക്കുന്ന, അങ്ങ് മാത്രമാണ് ഭൂമി മുഴുവനെയും ഭരിക്കുന്ന അത്യുന്നതനെന്ന് അവർ അറിയട്ടെ. ദൈവശക്തി പ്രകടമാകുന്ന മണിക്കൂർ, ദൈവസ്നേഹം മനുഷ്യനിൽ പരിശുദ്ധാത്മാവിനാൽ നിക്ഷേപിക്കുന്ന മണിക്കൂർ. നമുക്കുള്ള സർവസ്വവും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുവാൻ അവിടുന്ന് നൽകിയ കൃപയുടെ മണിക്കൂർ. വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. ഹൃദയം തുറന്ന് പരിശുദ്ധനായ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാം. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ടെന്ന ബോധ്യവുമാണ്. അദൃശ്യനായ ദൈവത്തെ ദൃശ്യമായ കൂദാശകളിലൂടെ നീ സ്വീകരിക്കുമ്പോൾ, നിന്റെ ഹൃദയം സക്രാരിയായി മാറുമ്പോൾ നീ ഓർക്കണം, നീ സ്വീകരിക്കുന്ന നിന്റെ ദൈവം നിന്റെ ഹൃദയത്തിൽ, നിന്റെ ഹൃദയം സ്വർണ്ണ തളിക പോലെയായി മാറുന്നുണ്ടോ എന്ന് വിശുദ്ധിയോടെ ഈശോയെ സ്വീകരിക്കാം. നിന്റെ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ, നിന്റെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ, നിന്റെ പിതാവ് സ്നേഹമായിരിക്കുന്നത് പോലെ നീയും പിതാവിന് സദൃശ്യമാവുക. സുവിശേഷത്തിലെ ഈശോയെ അനുകരിക്കുവാനും അനുഗമിക്കുവാനും അവിടുത്തെ കുരിശിന്റെ ശക്തിയാലും തിരുരക്തത്തിന്റെ കൃപയാലും അവിടുന്ന് നമ്മെ ശക്തിപ്പെടുത്തട്ടെ. ഈ നിമിഷം നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ആവശ്യങ്ങളും എല്ലാം പിതാവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. കാരണം നീ പറയാതെ തന്നെ നിന്റെ ആവശ്യങ്ങളും നിന്റെ ആഗ്രഹങ്ങളും നിന്റെ വിഷമങ്ങളും നിന്റെ പീഡകളും നിന്റെ ആകുലതകളും നിന്റെ സഹനങ്ങളും എല്ലാം അറിയുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ഈ നിമിഷം നിന്നെ അറിയുന്ന, നിന്റെ ഹൃദയം അറിയുന്ന, നിന്നെ പരിശോധിക്കുന്ന നിന്റെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും,
മുട്ടുവേൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവന് കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. ദൈവസന്നിധിയിൽ ഉള്ളുരുകി പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കണ്ണീരിന് നിന്റെ ദൈവം വില നൽകുന്നു. അബ്രഹാത്തിന്റെ ദൈവത്തെ, ഇസഹാക്കിന്റെ ദൈവത്തെ, യാക്കോബിന്റെ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. പൂർവപിതാക്കന്മാർ ആരാധിച്ച പോലെ, പൂർവപിതാക്കന്മാർ ദൈവത്തെ കണ്ടതുപോലെ നമുക്കും കാണാം. മലാഹമാരോട് ചേർന്ന് മനുഷ്യരായ നമ്മൾ സർവശക്തനായ ദൈവത്തെ ആരാധിക്കുന്ന മണിക്കൂറാണിത്. ഏറ്റവും സ്നേഹത്തോടും എളിമയോടും വിശുദ്ധമായ ഹൃദയവിചാരത്തോടും കൂടെ ആരാധിക്കാം. അബ്രഹാമിൻ നാഥനാരാധന, യാക്കോബിൻ ദൈവമേ ആരാധന, ഇസഹാക്കിനിടയനേ ആരാധന, ഇസ്രായേലിൻ രാജനേ ആരാധന, 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 ആരാധന. ആത്മാവിലായിരം മുറിവുണക്കിയിടും ആത്മീയ നിമിഷമീ ആരാധന, ആത്മശരീര വിശുദ്ധി നൽകും അനുഗ്രഹ നിമിഷമീ ആരാധന, 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 ആരാധന. ദുഃഖങ്ങളെല്ലാം മാറ്റുന്ന ദൈവം അണയുന്ന നിമിഷമീ ആരാധന, അലറുന്ന സാത്താനെ ആട്ടിയകറ്റുന്ന അഭിഷേക നിമിഷമീ ആരാധന, 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 ആരാധന. അബ്രഹാം
നാഥനാരാധന യാക്കോബിൻ ദൈവമേ ആരാധന ഇസ്ഹാക്കിൻ ഇടയനേ ആരാധന ഇസ്രായേലിൻ രാജനേ ആരാധന 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 ആരാധന. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും വിശ്വാസത്തോടും കൂടെ കർത്താവിനെ സേവിക്കുവിൻ. അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത മഹാകാര്യങ്ങൾ സ്മരിക്കുവിൻ. നമ്മുടെ തമ്പുരാൻ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവിടുന്ന് പ്രത്യേകമാം കൃപകളും അനുഗ്രഹങ്ങളും ചൊരിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുടുംബത്തിന്റെ മേലും നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ നിയോഗങ്ങളുടെ മേലും അവിടുന്ന് സ്നേഹത്തിന്റെ നീർച്ചാൽ ഒഴുക്കിയിട്ടുണ്ട്. മനുഷ്യ, നീ വെറും മണ്ണാണ്. നീ മണ്ണിനോട് ചേരും മുമ്പേ നിന്റെ ദൈവത്തെ ആരാധിക്കുക, നിന്റെ ദൈവത്തെ സേവിക്കുക. പൂർണ്ണ ഹൃദയത്തോടെയും വിശ്വാസത്തോടും കൂടെയും നിനക്ക് മഹാകാര്യങ്ങൾ ചെയ്തു തന്ന നിന്റെ ദൈവത്തെ സ്നേഹിക്കുക. അവിടുന്ന് ഒന്നും തിരിച്ചു പ്രതീക്ഷിച്ചിട്ടല്ല നിനക്ക് കൃപകളും അനുഗ്രഹങ്ങളും നൽകുന്നത്. അവിടുന്ന് നിന്റെ സ്നേഹം ആഗ്രഹിക്കുന്നു. അവിടുന്ന് നിന്റെ സ്നേഹവലയത്തിന്റെ ശക്തിയാൽ, അവിടുത്തെ സ്നേഹത്താൽ നിന്നെ പൊതിഞ്ഞ് കാത്തു സൂക്ഷിക്കുന്നു. പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ, ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ. ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ഓരോരുത്തരോടും ക്ഷമിച്ചതുപോലെ നിങ്ങൾ പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെ പെരുമാറുവിൻ. സ്നേഹം പങ്കുവെക്കുന്ന മണിക്കൂറാണ് ആരാധനയുടെ മണിക്കൂർ. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. മറ്റുള്ളവരിൽ ഈശോയെ കാണുവാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുവാനും ഉള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തുളച്ചു കയറുന്ന വാള് പോലെയാണ് ദൈവത്തിന്റെ വചനം. അവിടുന്ന് നമ്മുടെ അസ്ഥിയിലും മജ്ജയിലും തുളച്ചു കയറി ശരീരത്തിന് ശക്തി നൽകുന്നു. ആത്മാവിന്റെ ഭോജനമായ വിശുദ്ധ കുർബാനയിൽ അവിടുന്ന് എന്നെന്നും എഴുന്നള്ളി വന്ന് ആത്മാവിന് ശക്തി പകർന്ന് സ്വർഗത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്ന നിമിഷമാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാന യോഗ്യതയോടെയും ഭക്തിയോടെയും സ്വീകരിക്കേണ്ടത് ഓരോ ആത്മാവിൻ്റെയും സ്വർഗീയ പ്രവേശനത്തിന് യോഗ്യമായ രീതിയിൽ അവിടെ നമ്മെ ഒരുക്കുന്നതിന്റെ ഭാഗമാണ്. മനുഷ്യൻ എല്ലാ കാര്യങ്ങളും ദൈവത്തോട് ചോദിക്കുന്നു. അവിടുത്തെ സ്നേഹിക്കേണ്ടതിന്റെ അനുഗ്രഹത്തിനായും അവിടുത്തെ സ്നേഹിക്കുവാനുള്ള കൃപയ്ക്കായി മാത്രം അവിടുത്തെ ചോദിക്കുവാൻ മനുഷ്യൻ മറക്കുന്നു. നിങ്ങൾ ഈശോയെ സ്നേഹിക്കുക. ഈശോയെ സ്നേഹിച്ചാൽ അവിടുന്ന് നിങ്ങളെയും തിരിച്ച് സ്നേഹിക്കും. നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരിക.
നിങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അവിടുന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് മടങ്ങി വരും. മനുഷ്യൻ ഈ ലോകത്ത് ദൈവത്തെ മറന്നുകൊണ്ട് ജഡത്തിന്റെ ആഗ്രഹങ്ങൾക്ക് പുറകെ പോകുന്നു. മനുഷ്യ, നീ മണ്ണാണ്. നിന്റെ രക്ഷകനെ നീ അറിഞ്ഞില്ലെങ്കിൽ നിന്റെ ഈ ജീവിതം കൊണ്ട് എന്തർത്ഥം? നിന്റെ ദൈവത്തെ സ്നേഹിച്ചില്ലെങ്കിൽ നിന്റെ ഈ ജീവിതം കൊണ്ട് എന്തർത്ഥം? നിന്റെ ദൈവത്തെ ആരാധിച്ചില്ലെങ്കിൽ നിന്റെ ഈ ജീവിതം കൊണ്ട് എന്തർത്ഥം? പരിശുദ്ധനായ ദൈവത്തെ മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറഞ്ഞില്ലെങ്കിൽ നിന്റെ ഈ ജീവിതം കൊണ്ട് എന്തർത്ഥം? അവിടുന്ന് നിന്നെ രക്ഷിക്കുവാൻ അവിടുത്തെ കരവും അവിടുന്ന് നിന്നെ താങ്ങിപ്പിടിക്കുവാൻ അവിടുത്തെ ഹൃദയവും നിനക്കായി നീട്ടി തന്നിരിക്കുന്നു. നിനക്ക് വേണ്ടി മരിക്കുവാൻ, കുരിശ് ചുമക്കുവാനായി 2 കൈകളും നീട്ടി തന്ന ദൈവം ശരീരത്തിൽ ഒരു ഭാഗം പോലും ഇല്ലായിരുന്നു മുറിവില്ലാത്തതായി. നിനക്കായി രക്തം കാൽവരിയിൽ ഒഴുക്കിയ ദൈവം ഈ നിമിഷം ദൈവത്തെ പാടി പുകഴ്ത്താം. നടുവിൽ ശോഭപൂർണനായി മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണുന്നേശുവേ, ഏഴുവിളക്കിൻ നടുവിൽ മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണുന്നേശുവേ, ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ, സ്തുതികൾക്കും പുകഴ്ചയ്ക്കും നീ യോഗ്യനേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ, നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ, നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ, നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ, ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ, സ്തുതികൾക്കും പുകഴ്ചയ്ക്കും നീ യോഗ്യനേശുവേ.
പൊൻകച്ചയണിഞ്ഞും കാണുന്നേശുവേ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും